പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഇന്നേ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൽ നിന്നുള്ളവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്ന പിശാചിൽ നിന്നുള്ളവനാണെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ്റെ പിന്നാലെ പോകുന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാർ, ഗുരു അങ്ങ് എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. വന്നു കാണുക എന്ന ഉത്തരം ലഭിക്കുമ്പോൾ അവൻ്റെ കൂടെ ചെന്ന 2 ദിവസം അവനോടൊപ്പം പാർക്കും. യേശുവിനോടൊപ്പം ജീവിച്ചത് ഒരനുഭവമായി മാറുമ്പോൾ പത്രോസിൻ്റെ പക്കലേക്ക് കടന്നു വന്നുകൊണ്ട് അന്ത്രയോസ് പറയുന്നുണ്ട്, ഞങ്ങൾ മിശിഹായെ കണ്ടു. മിശിഹായെ കാണുക ഒരനുഭവമാണ്. മിശിഹായെ കണ്ടെത്തിയ അന്ത്രയോസിൻ്റെ വാക്കിൽ കേട്ട് പത്രോസ് യേശുവിനെ കാണുവാൻ ഒരുങ്ങുന്നു. അന്ത്രയോസിൻ്റെ പക്കൽ പോയി യേശുവിൻ്റെ പക്കൽ പോയി അന്ത്രയോസും പത്രോസും യേശുവിനെ കാണുമ്പോൾ യേശു പറയുന്നു, പത്രോസ്, നീ യോനായുടെ പുത്രനായ ശിമയോനല്ല, കേപ്പ എന്ന് വിളിക്കപ്പെടും. പുതിയൊരു ജീവിതം, പുതിയൊരു മാറ്റം. സഭയുടെ തലവനായി പത്രോസ് മാറുന്നതിൻ്റെ ആരംഭം. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു ആരംഭം കുറിക്കുവാൻ നമുക്ക് കഴിയാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്താൽ നിറയുമ്പോഴാണ് നാം ഓരോരുത്തരും പുതിയ വ്യക്തികളായിട്ട് മാറുക. ഇന്ന് നമ്മെ വിളിക്കുകയാണ് പാപരഹിതമായി ജീവിച്ചുകൊണ്ട് അവിടുത്തെ കണ്ട് അവിടുത്തെ ഒരു അനുഭവമാക്കി മാറ്റുവാൻ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ.